ഹേ ഹായ് അപ്പം ഇന്ന് ഗൈസ് അങ്ങനെ 2 മാസത്തോളമായി ഞാൻ വർക്കൗട്ട് മുടക്കിയതല്ല മുടങ്ങിപ്പോയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചുറി. അതായത് നമ്മൾ റണ്ണിങ്ങിന് പോകുന്നവരായിക്കോട്ടെ വർക്കൗട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, നമുക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്ന് വെച്ചാൽ പനി അല്ലെങ്കിൽ ഇങ്ങനെ ഇഞ്ചുറി വരിക. അതായത് 2 മാസം മുന്നേ എനിക്ക് ഫസ്റ്റ് വന്ന ഇഞ്ചുറി എന്ന് വെച്ചാൽ കാൽമുട്ടിനായിരുന്നു. അതുകൊണ്ട് ജിം 1 മാസത്തോളം സ്കിപ്പാക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാൽമുട്ടിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ജോയിൻറ്റിൻ്റെ അടുത്തെല്ലാം ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ നല്ല പണിയാണ്. അതായത് കുറേ ദിവസങ്ങളെടുക്കും. നമുക്ക് പറയാൻ പറ്റില്ല എത്ര ദിവസങ്ങൾ കൊണ്ട് ഉണങ്ങുന്നു. ഓക്കെ, അതായത് നമ്മൾ മടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ വലിയ പാടാണ്. ഞാൻ വിചാരിച്ചു വേഗം ഉണങ്ങുമായിരിക്കും, പക്ഷേ അങ്ങനെയല്ല. ഏതാണ്ട് 1 മാസത്തോളം എടുത്തു അത് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വീണപ്പാടെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മുട്ടിനായതുകൊണ്ട് അനക്കാൻ പറ്റുന്നുണ്ടായില്ല. അതായത് ചെറുങ്ങനെ ഒന്ന് അനക്കുമ്പോൾ തന്നെ വേദനയായിരുന്നു. പിന്നെ നമ്മൾ പാൻറ് ഇടുമ്പോൾ നമുക്ക് ഷോർട്സ് മാത്രമേ ഇടാൻ പറ്റൂ. അതായത് പാൻറ് ഇടുമ്പോൾ ഉരഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴാണ് രണ്ടാമത് അതൊക്കെ ഉണങ്ങി ഒന്ന് റെഡിയായി വരുമ്പോൾ രണ്ടാമത്തെ ഇഞ്ചുറി. അതായത് ഡെക്കാത്തലോണിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഴുതി വീണിട്ട് അങ്ങനെ ഇഞ്ചുറി ആയി. അപ്പം ഏകദേശം ഇപ്പോൾ എല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഇഞ്ചുറി വരില്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇനി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല, ഞാൻ അധികം വൈകാതെ സ്റ്റാർട്ട് ചെയ്യും. അതായിരിക്കും നല്ലത്, അത് പറയുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ 2 മാസത്തോളമായി ജിമ്മ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ബോഡി വെയ്റ്റിൽ നമ്മൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതായത് ചെറിയ ചെറിയ വർക്കൗട്ട്. അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പം പലരും വാമപ്പും കാര്യങ്ങൾ ചെയ്യാണ്ടാണ് ജിമ്മിലേക്ക് കയറിയ ഉടനെ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് വീട്ടിൽ നിന്നായാലും നിങ്ങൾ റണ്ണിങ്ങിന് പോകുന്നവരായാലും വർക്കൗട്ട് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ 5 to 10 മിനിറ്റ് എന്തായാലും നിങ്ങൾ വാമപ്പ് ചെയ്തിരിക്കണം, ഫുൾ ബോഡി വാമപ്പ്. അത് ചെയ്തതിന് മാത്രമേ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണിയാണ്. ഓക്കെ, ഞാൻ വാമപ്പും കാര്യങ്ങളും ഏകദേശം ചെയ്തു. നമുക്ക് ആദ്യമായിട്ട് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ പുഷപ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകണം. ഓക്കെ, നമ്മൾ ഷോൾഡർ ലെവൽ കൈ ഇങ്ങനെ വെച്ചു, കാലും ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ചു. നമുക്ക് പുഷപ്പ് ചെയ്യാം. 1 2 3 4 5 6 നമുക്ക് 17-18 പുഷപ്സ് പോയി. അതിൽ കൂടുതലാവുന്നില്ല. കാരണം എനിക്കൊന്ന് ബോഡി വെയ്റ്റ് നല്ലോണം കൂടിയിട്ടുണ്ടാവും. കാരണം നല്ല ഫുഡ് അടിയും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം പുഷപ്സ് നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അതായത് ഡെയിലി ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരുന്നു പുഷപ്സിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. 30 ആയിരുന്നു, ഇപ്പം 17 പോകുന്നുള്ളൂ. നമ്മളെ നെക്സ്റ്റ് പുഷപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് പുഷപ്പ്. അതായത് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമുക്കതും ചെയ്ത് നോക്കാം. എത്രത്തോളം പോകുമെന്നറിയില്ല, ട്രൈ ചെയ്യാം. ഓക്കെ, മെല്ലെ പോകും. 2 3 ഹാർഡായി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജിമ്മിന് പോകേണ്ടതുകൊണ്ട് തന്നെ പിന്നെ ചെയ്യാറുമില്ല 2 മാസത്തോളമായിട്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതായിരുന്നു. അതിൽ നല്ലോണം കൗണ്ടും പോകുന്നതായിരുന്നു. ചെയ്യാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പം നമ്മൾ നോർമൽ പുഷപ്പും ഡയമണ്ട് പുഷപ്പും കഴിഞ്ഞു. നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഡിപ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിപ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ വർക്കൗട്ട് ചെയ്യാനോ മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഡിപ്സ് മെഷീൻ. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു ബെഞ്ച് വേണമെന്നേ ഉള്ളൂ ശരിക്കും ഡിപ്സ് ചെയ്യാം. മെഷീനിൽ ചെയ്യുന്നത്, അതായത് ഡിപ്സ് തന്നെ മെഷീനിലും ചെയ്യാം, അതുപോലെ തന്നെ ബെഞ്ചിലും ചെയ്യാം. ഓക്കെ, നമ്മൾ ബെഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാല് ജസ്റ്റ് നീട്ടി വെക്കുക, ചെറുതായിട്ടൊന്ന് മുടക്കാം. നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കിയ ശേഷം കൈ വെച്ചത് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് മെല്ലെ താവുക, മെല്ലെ പൊങ്ങുക, മെല്ലെ താവുക, മെല്ലെ പൊങ്ങുക.
നടക്കുന്നില്ല, കാരണം അത്രയും മസിൽ ചത്തിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്തിട്ടല്ല, പോവാതെ നിന്നിട്ട് പറ്റുന്നില്ല എടുക്കാൻ. സോ നമുക്ക് മെഷീൻസിൽ ഇതിനെക്കാട്ടും കൂടുതലായിരിക്കും, പക്ഷേ ഇത് ബോഡി വെയിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ചെയ്യാൻ. പക്ഷേ നമ്മളെല്ലാം ലെവലാക്കും, നല്ലോണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡി മാറ്റിയെടുക്കും. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഡിക്ലൈൻ പുഷപ്പാണ്. ഞാൻ പൊതുവേ ഡിക്ലൈൻ പുഷപ്പ് ചെയ്യാറില്ല. സോ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം, എത്രത്തോളം പോകുന്നു ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, കൈ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക, ഷോൾഡർ എടുത്തുനിന്ന് കുറച്ച് അകലെ വെക്കുക, എന്നിട്ട് കാല് ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. സോ ഇതാണ് നമ്മുടെ പൊസിഷൻ വരുന്നത്. സോ മെല്ലെ താലേക്ക് മുകളിലേക്ക് ചു സ്ട്രെയിറ്റ്. ഇതൊട്ടും ചെയ്യാൻ പറ്റുന്നില്ല, പൊതുവേ ഞാൻ ഇത് ചെയ്യാത്തതാണ്. സോ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ കഥക്കുകയാണ്. ഇത്ര വർക്കൗട്ടേ ചെയ്യുന്നുള്ളൂ. സോ ഇത്ര വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ കഥപ്പ് കൂടി സ്റ്റാമിന നല്ല രീതിക്ക് കുറവാണ്, കഥച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വർക്കൗട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. സോ നമുക്ക് ഇതിലും കൂടുതൽ കൗണ്ട് കൂട്ടണം എല്ലാ വർക്കൗട്ടിലും. ഓക്കെ, സോ ഞാൻ റണ്ണിങ്ങും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പൊതുവേ എനിക്ക് റണ്ണിങ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, അതുപോലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ റണ്ണിങ് ചെയ്യുന്നതിനും വർക്കൗട്ടും ചെയ്യുന്നതിനും ഒരു പ്രശ്നമില്ല, പക്ഷേ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നമ്മളെ സ്ലീപ്പ് സൈക്കിളൊക്കെ റെഡിയാക്കി കറക്റ്റ് ഫുഡും കഴിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡും ഒഴിവാക്കേണ്ടി വരും. സോ ഡെഫിനറ്റ്ലി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള ത്വര ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വീക്കിൽ മാത്രമേ പുറത്തുനിന്ന് കഴിക്കാൻ പോകുന്നുള്ളൂ, അതായത് ആ ത്വര കൂടുതലാണെങ്കിൽ. ഓക്കെ, സോ അപ്പം ഇപ്പം തന്നെ ഞാൻ ഏകദേശം വേർത്തു കുളിച്ചു. അപ്പം വർക്കൗട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ.